എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 9ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷിലെ സോങ് ഓഫ് എ ഡ്രീം എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കാനായിട്ട് പോകുന്നത്. അത് എഴുതിയിരിക്കുന്ന ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡുവിനെ പറ്റി പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹെഡിങ് ഉണ്ട്. എന്താണ്? ഇന്ത്യയുടെ വാനമ്പാടി. വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ആണ്. ഫ്രീഡം ഫൈറ്ററാണ്. അപ്പോൾ എന്താണ് സരോജിനി നായിഡുവിനെ പറ്റി നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്? സരോജിനി നായിഡു ഓൾസോ നോൺ ആസ് ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. എന്താണ് നൈറ്റിംഗേൽ? വാനമ്പാടി. was an activist of freedom movement. രണ്ട് കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Her major contributions in the field of poetry were beautiful poems. Major contributions, poetryയിലെ major contributions എന്തൊക്കെയാണ്? Beautiful poems that could also be sung. പാടാനും പറ്റുന്ന poems ആണ്. Her famous works include, famous works ഏതൊക്കെയാണുള്ളത്? The Golden Threshold, The Bird of Times, The Broken Wing and The Sceptred Flute. ഇത്രയുമാണ് കളക്ഷൻസ്. ഇനി എന്താണ് പോയം? ആദ്യമേ തന്നിരിക്കുന്നത് എന്താണ്? A flower cannot blossom without sunshine. അല്ലേ? സൂര്യപ്രകാശമില്ലാതെ ഒരു ഫ്ലവറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? വിരിയാനായിട്ട് പറ്റില്ല. And the man cannot live without love. അതുപോലെ ഒരു മനുഷ്യൻ സ്നേഹമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് പറ്റില്ല. Here is a poem. ഇനി ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? A poem by സരോജിനി നായിഡു. സരോജിനി നായിഡുവിൻ്റെ പോയമാണ്. ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹർ ഡ്രീം വേൾഡ്. അപ്പോൾ അവരുടെ സരോജിനി നായിഡുവിൻ്റെ ഡ്രീം വേൾഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, അതിനെപ്പറ്റി വിവരിക്കുന്ന ഒരു പോയമാണ് തന്നിരിക്കുന്നത്. റീഡ് ആൻഡ് എൻജോയ് ഇറ്റ്. വായിക്കുക, എൻജോയ് ചെയ്യുക. സോങ് ഓഫ് എ ഡ്രീം. Once in a dream of a night I stood alone in the light of a magical wood. അപ്പോൾ എന്താണ്? ഒരിക്കൽ ഒരു സ്വപ്ന സമയം. ആ സമയത്ത് ഞാൻ ആ സ്വപ്നത്തിൽ എവിടെയാണ് നിന്നത്? ഞാൻ എവിടെ നിന്നു? ഇൻ ദ ലൈറ്റ് ഓഫ് എ മാജിക്കൽ വുഡ്. വളരെ മാജിക്കൽ, മാസ്മരികമായിട്ടുള്ള ഒരു വുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കാടാണ്. അവിടെ ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു. സോൾ ഡീപ്പ് ഇൻ വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്. പോപ്പി ചെടിയിലെ ആ ഒരു വ്യൂ ഇല്ലേ, അതിൽ ആ ഒരു വിഷനില്ലേ, അതിൽ മുഴുകി, എൻ്റെ മനസ്സ് മുഴുകി ഞാനിങ്ങനെ നിൽക്കുമ്പോൾ. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് വെയർ ദി ബേർഡ്സ് ദാറ്റ് സങ്. അപ്പോൾ അവിടെ ആര് പാടുന്നുണ്ടായിരുന്നു? ബേർഡ്സ് പാട്ട് പാടുന്നുണ്ടായിരുന്നു. ആ ബേർഡ്സ് ആരായിരുന്നു? സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ദേവതകളായിരുന്നു. ആൻഡ് സ്പിരിറ്റ് ഓഫ് ലവ് ഉണ്ടായിരുന്നു. ആരാണ്? സ്നേഹത്തിൻ്റെ ദേവതകളുണ്ടായിരുന്നു. അവരാരാണ്? ദ സ്പിരിറ്റ് ഓഫ് ലവ് വെയർ ദി സ്റ്റാർസ് ദാറ്റ് ഗ്ലോഡ്. അവിടെ തിളങ്ങി നിന്ന നക്ഷത്രങ്ങൾ ആരായിരുന്നു? സ്നേഹത്തിൻ്റെ ദേവതകളായിരുന്നു. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് പീസ്. ഇനി എന്താണ്? സമാധാനത്തിൻ്റെ സ്പിരിറ്റ്സ്, ദേവതകളുണ്ട്. അതാരായിരുന്നു? വേർ ദ സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ്. അവിടെ ഒഴുകിക്കൊണ്ടിരുന്ന അരുവികൾ എന്തായിരുന്നു? സമാധാനത്തിൻ്റെ ദേവതകളായിരുന്നു. ഇൻ ദാറ്റ് മാജിക്കൽ വുഡ്, ആ ഒരു മാസ്മരികത ഉള്ള ആ ഒരു വനത്തിൽ, ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്. എന്താണ്? ഉറക്കമുള്ള, ഉറക്കം എന്താണ്? വളരെ സമാധാനം അല്ലെങ്കിൽ മയങ്ങിയുള്ള ആ ഒരു സ്ഥലം. ആ ഒരു സ്ഥലത്തിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് കണ്ടത്. ഇൻ ദാറ്റ് മാജിക്കൽ വുഡ്, ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്. അപ്പോൾ എന്താണ്? ആ ഒരു ദേശം എന്താണ്? ആ ഒരു മാജിക്കൽ വുഡിൻ്റെ അധീനതയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു സമയത്ത്, ആ ഒരു സ്ലീപ്പിൽ ഞാനിങ്ങനെ അവിടുത്തെ ആ ഒരു ഭംഗി കണ്ടിങ്ങനെ നിൽക്കുകയാണ്. ലോൺ ഇൻ ദ ലൈറ്റ് ഓഫ് ദാറ്റ് മാജിക്കൽ ഗ്രോവ്. എന്താണ്? ഗ്രോവ് വൃക്ഷങ്ങളുടെ കൂട്ടമാണ്. ലോൺ, അപ്പോൾ എലോൺ എന്നാണ്. ഒറ്റയ്ക്ക് ഞാൻ ആ ലൈറ്റ് ഓഫ് ദി മാജിക്കൽ ഗ്രോവ്, ആ വൃക്ഷങ്ങളുടെ ആ ഒരു മാസ്മരിക വലയത്തിൽ ഞാനിങ്ങനെ നിന്നപ്പോൾ, ഐ ഫെൽ ദ സ്റ്റാർസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ലവ്. അപ്പോൾ എനിക്ക് എന്തിൻ്റെ തോന്നി? ആ ഒരു സ്പിരിറ്റ് ഓഫ് ലവ് എന്താണെന്ന് പറഞ്ഞിരുന്നു? സ്റ്റാർസ്, നക്ഷത്രങ്ങളാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിനെ എനിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഗ്യാദർ ആൻഡ് ഗ്ലീം റൗണ്ട് മൈ ഡെലിക്കേറ്റ് യൂത്ത്. എൻ്റെ ആ ഒരു യൗവനത്തിന് ചുറ്റും അവരെന്ത് ചെയ്യാൻ തുടങ്ങി? നൃത്തം ചെയ്യാൻ തുടങ്ങി, ഗ്യാദർ ചെയ്യാൻ തുടങ്ങി, അതുപോലെ തിളങ്ങാനായിട്ട് തുടങ്ങി. ആൻഡ് ഐ ഹേർഡ് ദ സോങ് ഓഫ് ദി സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. അപ്പോൾ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടുത്തെ പാട്ട് പാടുന്ന കിളികൾ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ആണെന്ന് പറഞ്ഞില്ലേ? അവരെന്ത് ചെയ്യാൻ തുടങ്ങി? പാട്ട് പാടാനായിട്ട് തുടങ്ങി. ടു ക്വെൻച്ച് മൈ ലോങ്ങിങ് ഐ ബെൻഡ് മീ ലോ. എന്താണ്? എൻ്റെ ആ ഒരു അഭിലാഷത്തിൻ്റെ ശമനത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? തല ഇങ്ങനെ കുനിക്കാനായിട്ട് തുടങ്ങി. ബൈ ദ സ്ട്രീംസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് പീസ് ദാറ്റ് ഫ്ലോ ഇൻ ദാറ്റ് മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്. ആ ഒഴുകിക്കൊണ്ടിരുന്ന ആ ഒരു സ്ട്രീമിന് മുന്നിൽ ഞാൻ വന്നു നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? എൻ്റെ തല ഇങ്ങനെ ബോ ചെയ്ത് നിൽക്കാനായിട്ട് തുടങ്ങി. തല കുനിച്ച് ഞാൻ നിൽക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്താ പറയുന്നത്? പ്രകൃതിയെ ഒരാൾ ആസ്വദിക്കുന്നു. അതുപോലെ തന്നെ പ്രകൃതിയുടെ ആ ഒരു സ്നേഹത്തിനും പ്രകൃതിയുടെ ആ ഒരു സത്യത്തിനും സമാധാനത്തിനും മുന്നിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്? തല കുനിച്ച് നിൽക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒരു പോയത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത്.
വളരെ വളരെ ചെറിയ ഒരു പോയം, വളരെ ചെറിയ ആശയം, എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ സമകാലികമായ ജീവിതത്തിൽ വളരെ പ്രസക്തിയുള്ള ആ ഒരു കാര്യമാണല്ലേ. പ്രകൃതിയെ നമ്മൾ എന്താണ്, പ്രകൃതി നൽകുന്ന സ്നേഹവും അതുപോലെ തന്നെ സമാധാനവും സത്യവും ഒക്കെ നമ്മൾ തിരിച്ചു നൽകുന്നുണ്ടോ? അതിന് മുൻപിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിരസ് കുനിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്താണ്, അതിനെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനൊക്കെ വിപരീതമായി ഇപ്പോഴും നമുക്ക് പ്രസക്തമാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കവിത തന്നെയാണ് ഇതല്ലേ. പ്രകൃതി നമുക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ നൽകിയിരിക്കുന്നു നമ്മൾ അറിയണം. അതുപോലെ തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു സൗഭാഗ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് തലകുനിച്ച് തന്നെ നമ്മൾ നിൽക്കണം, അല്ലാതെ ചൂഷണം ചെയ്യുകയല്ല വേണ്ടത്. അപ്പോൾ ആ ഒരു വേൾഡാണ് ആരാഗ്രഹിച്ചിരുന്നത്? സരോജിനി നായിഡു. നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരു വേൾഡ് തന്നെയാണ് ആഗ്രഹിക്കേണ്ടത്. എന്തൊക്കെ വേണം? സത്യം വേണം, സമാധാനം വേണം, അതുപോലെ സ്നേഹം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയിൽ എന്തുള്ളൂ? നിലനിൽപ്പുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കുഞ്ഞു പോയത്തിനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അടുത്തത് ടോൾസ്റ്റോയ് ഫാമാണുള്ളത് അല്ലേ. അത് ഉടനെ തന്നെ എടുക്കുന്നതായിരിക്കും. നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ്. സമയം കിട്ടിയാൽ ഉറപ്പായിട്ട് അത് പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മൾ 3rd സ്റ്റാൻഡേർഡ് തൊട്ട് +2 വരെയുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സമയത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് ഞാനൊരു യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ നമ്മൾ ഷോ ദി സ്പിരിറ്റ് എന്നൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി തുടങ്ങിയതല്ല, കുട്ടികളുടെ ടാലൻറ്റ് കാണിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പോൾ അതിൽ ചേരാൻ നിങ്ങൾക്ക് താല്പര്യമാണ്, ടാലൻറ്റ് കാണിക്കുന്നെങ്കിൽ മാത്രം ചോദ്യങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനോ ഉത്തരങ്ങൾ അതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ ഷെയർ ചെയ്യാനോ ഉള്ള ചാനലല്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ മറുപടി ഞാൻ തരും. പിന്നെ വിളിച്ചാൽ അതിൽ കിട്ടില്ല, അത് വാട്സപ്പ് ഓൺലിയാണ്. ഞാൻ എടുത്തു കഴിഞ്ഞാൽ സംസാരിക്കും, നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. സ്പീക്കറിൻ്റെ പ്രോബ്ലം ഉണ്ട്, മൈക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് അതിൽ വാട്സപ്പ് ചെയ്താൽ അതിൽ വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നോക്കുക, ഇതാണ് അതിൻ്റെ നമ്പർ. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ക്ലാസ്സും സ്ഥലവും നമുക്കിതിൽ മെസ്സേജ് ചെയ്യാം. എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിടുക. ഗ്രൂപ്പിൽ ഇപ്പോൾ അഡ്മിൻസിന് മാത്രമേ മെസ്സേജ് ചെയ്യാൻ പറ്റൂ. ഗ്രൂപ്പിൽ ഞാൻ എല്ലാവരെയും അയക്കുന്നതനുസരിച്ചുള്ളവരെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. കോമൺ ആയിട്ട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ പറയും. നിങ്ങളുടെ വീഡിയോസ് നമുക്ക് ഇൻഡിവിജ്വലായിട്ടാണ് അയച്ചു തരേണ്ടത്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അതുപോലെ എന്ത് കമൻറ്റ് പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിലിടാം, നല്ല ലാംഗ്വേജിൽ പറയണം എന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.